1.5 അല്ലെങ്കിൽ 2 വയസ്സ് പ്രായമാകുമ്പോൾ കുട്ടി സംസാരിക്കാൻ വൈകിയാൽ പലരും പറയുന്ന എക്സ്ക്യൂസ് ആണ് അവന്റെ അച്ഛൻ വൈകിയാണ് സംസാരിച്ചത്, അല്ലെങ്കിൽ സ്കൂളിൽ പോകുമ്പോൾ റെഡിയായിക്കോളും എന്നല്ല. എന്നാൽ കുട്ടികൾ സ്കൂളിൽ എത്തിയിട്ടും മറ്റു കുട്ടികൾക്കൊപ്പം എത്താതിരിക്കുമ്പോഴാണ് മാതാപിതാക്കൾ ഇതിനുള്ള പരിഹാരം തേടി തുടങ്ങുന്നത്. എന്നാൽ 2.5 വയസ്സിൽ തന്നെ തെറാപ്പിയിലൂടെ ഇത് പരിഹരിക്കാൻ പറ്റുമെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? കിഡ്സ്പേയിൽ നിന്ന് അനുവാണ്. പോകാം ഇന്നത്തെ വീഡിയോയിലേക്ക്. എല്ലാ മാതാപിതാക്കളും ശ്രദ്ധിക്കേണ്ടത്, 1 വയസ്സിനുള്ളിൽ കുട്ടി 1 വേർഡ് കമ്മ്യൂണിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യും. അതായത് കാക്ക, പൂച്ച, അമ്മ, അപ്പ, ടാറ്റ തുടങ്ങിയ വാക്കുകൾ സംസാരിച്ചു തുടങ്ങും. കുഞ്ഞിന്റെ വയസ്സ് കൂടുന്നതിനനുസരിച്ച് ലാംഗ്വേജ് ഡെവലപ്മെന്റും ഇംപ്രൂവ് ആകും. 3 മാസമാകുമ്പോൾ കുഞ്ഞുങ്ങൾ മറ്റുള്ളവരെ നോക്കി ചിരിച്ചു തുടങ്ങും, അതായത് സോഷ്യൽ സ്മൈൽ. അതുപോലെ തന്നെ കുഞ്ഞിന് 6 മാസം പ്രായമാകുമ്പോൾ കുഞ്ഞ് ബാബ്ലിംഗ് സൗണ്ട് ഉണ്ടാക്കി തുടങ്ങും, അതായത് ബ, മ പോലുള്ള സൗണ്ടുകൾ. 1 വയസ്സാകുമ്പോൾ കുട്ടി മീനിങ്ഫുൾ ആയി 5 മുതൽ 10 വാക്കുകൾ വരെ പറഞ്ഞു തുടങ്ങും. 2 വയസ്സാകുമ്പോഴേക്കും കുട്ടി 2 വാക്കുകൾ ചേർത്ത് സംസാരിക്കാൻ തുടങ്ങും. അപ്പ വന്നു, ടാറ്റ പോകാം, അമ്മ എന്തിയെ, ഞാനും പോകും എന്നിങ്ങനെ. അതുപോലെ തന്നെ ചെറിയ ചെറിയ ക്വസ്റ്റ്യൻസിന് കുട്ടി റെസ്പോണ്ട് ചെയ്തു തുടങ്ങും. എനിക്ക് വേണ്ട, വേണം, ഇല്ല എന്നിങ്ങനെ. അതോടൊപ്പം കുട്ടിക്ക് 2 വയസ്സിൽ 200ഓളം വാക്കുകൾ സംസാരിക്കാൻ കഴിയും. 3 വയസ്സാകുമ്പോൾ കുട്ടി ചെറിയ ചെറിയ കഥകൾ പറഞ്ഞു തുടങ്ങുവാനും നടന്ന ഓരോ കാര്യങ്ങൾ നമ്മളുടെ അടുത്ത് വന്ന് റിപ്പോർട്ട് ചെയ്യുവാനും തുടങ്ങും. അതായത് ചേട്ടൻ എന്നെ അടിച്ചു, അച്ഛൻ എനിക്ക് കാറ് വാങ്ങി തന്നു എന്നിങ്ങനെ. ഒരു പക്ഷേ കുട്ടിയുടെ വളർച്ചയുടെ ഓരോ ഘട്ടത്തിലെയും സ്പീച്ച് ഡെവലപ്മെന്റുകൾ നിങ്ങൾ നോട്ടീസ് ചെയ്യാതിരുന്നാൽ ഓട്ടിസം, ADHD, ലേണിംഗ് ഡിസബിലിറ്റി തുടങ്ങിയ കണ്ടീഷനിലേക്ക് നയിക്കാം. പ്രായത്തിനനുസരിച്ചുള്ള എന്തെങ്കിലും സ്പീച്ച് ഡിലേ നിങ്ങളുടെ കുട്ടിക്ക് നേരിട്ടാൽ എത്രയും പെട്ടെന്ന് തന്നെ ഒരു അസസ്മെന്റിന് വിധേയനാക്കേണ്ടതാണ്.